ഇഷ്ടപ്പെട്ട കാറിന് കേരളത്തിൽ രജിസ്ട്രേഷൻ ലഭിക്കാൻ 8 മാസത്തിലേറെയായി കാത്തിരിക്കുകയാണ് ദുബായിലെ പ്രവാസി സംരംഭക. രജിസ്ട്രേഷൻ അനന്തമായി വൈകിയതോടെ വാഹനത്തിന് ഫാൻസി നമ്പർ ലഭിക്കാൻ അടച്ച പണവും നമ്പറും നഷ്ടമായി. പ്രശ്നം എന്താണെന്ന് വ്യക്തമാക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. ദുബായിൽ സംരംഭകയായ കണ്ണൂർ സ്വദേശിനി ഹസീന നിഷാദ് കൊച്ചിയിലെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞ ജൂൺ അവസാന വാരമാണ് തന്റെ ഇഷ്ടവാഹനമായ ഡിഫൻഡർ പുറത്തിറക്കിയത്. വാഹനത്തിന്റെ വിലയായി 1.5 കോടി അടച്ച ശേഷമാണ് രജിസ്ട്രേഷനായി കണ്ണൂർ RTOയെ സമീപിച്ചത്. എന്നാൽ ഇതുവരെ വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എന്തെന്ന് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ തനിക്ക് മറുപടി ഇങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഹസീന പറയുന്നു. കണ്ണൂർ RTO ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം DGFT സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തിത്തരില്ല. പക്ഷെ കേരളത്തിൽ ഇതേ ഡിഫൻഡറുകൾ മറ്റ് RTO ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു നിലപാട്. എന്നാൽ DGFT ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ വാഹനം രജിസ്റ്റർ ചെയ്യാമെന്നാണ് 2019 വന്ന മോട്ടോർ വാഹന നിയമ ഉത്തരവെന്നും അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് തരാനാകില്ല എന്നുമായിരുന്നു ഇത് നൽകേണ്ട ഷോറൂം അധികൃതരുടെ മറുപടിയെന്ന് ഹസീന പറയുന്നു. കേരളത്തിലെ പ്രമുഖ ചലച്ചിത്ര നടന്മാരുടേതടക്കം സംസ്ഥാനത്ത് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതേ മോഡൽ വാഹനങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നുമാണ് ഡീലർമാർ ഹസീനയെ അറിയിക്കുന്നത്. എന്നാൽ തനിക്ക് മാത്രം എന്തുകൊണ്ട് വാഹനം നിരത്തിലിറക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഹസീന ചോദിക്കുന്നത്. ഡീലർ ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഡീലർ ഭാഗത്തു നിന്ന് ഈ സർട്ടിഫിക്കറ്റിന് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് മറ്റ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2019 മുതൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി നിരവധി തവണ ഇതിനോടകം ദുബായിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യേണ്ടിയും വന്നു. പ്രവാസി സംരംഭകയായതിനാലാണോ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് സംശയമുണ്ടെന്നും ഇനി എന്താണ് താൻ ചെയ്യേണ്ടതെന്നുമാണ് ഈ സംരംഭക ചോദിക്കുന്നത്. 24 ദുബായ്.